ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മുടെ ഫ്രണ്ട്സ് ഏറ്റവും കൂടുതൽ ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. വാട്സപ്പിൽ അവരിടുന്ന സ്റ്റാറ്റസുകൾ അവരുടെ ഫ്രണ്ട്സിന് കാണാൻ പറ്റുന്നില്ല. ചില ഫ്രണ്ട്സുകൾ പ്രത്യേകിച്ച് അവർ ഉദ്ദേശിക്കുന്ന ചില ഫ്രണ്ട്സിനൊന്നും കാണാൻ പറ്റുന്നില്ല. എന്താണ് അതിൻ്റെ ഒരു മാർഗ്ഗം എന്നുള്ളത്? അവർ വാട്സപ്പ് ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് നോക്കാറുണ്ട്, അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് വാട്സപ്പ് മാറ്റി ചെയ്ത് നോക്കാറുണ്ട്, എന്നിട്ടൊന്നും അവർക്ക് അത് നടക്കുന്നില്ല എന്നുള്ളത്. അപ്പം അതിന് വാട്സപ്പ് തന്നെ പുതിയൊരു ഓപ്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ ആർക്കാണോ നമുക്ക് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസ് കാണിക്കേണ്ട അവർക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. ആ ഒരു ഓപ്ഷൻ പറയുന്നതിന് മുൻപ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടത് ലൈക്ക് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുത്. വാട്സപ്പില് നമ്മൾ ഇടുന്ന സ്റ്റാറ്റസുകൾ നമ്മുടെ ചില ഫ്രണ്ട്സുകൾക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവർക്കുള്ള അടിപൊളി ഒരു ഓപ്ഷൻ വാട്സപ്പ് കൊണ്ടുവന്നതാണ്. ഇത് കുറച്ച് മുൻപ് വന്നതാണ്. പക്ഷെ നമുക്കത് കിട്ടാത്ത ആളുകൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. പ്ലേ സ്റ്റോർ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. വാട്സപ്പിൽ നമുക്ക് ഇവിടെ വാട്സപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വാട്സപ്പ് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ഇവിടെ കാണിക്കും, ഇല്ലെങ്കിൽ ഇവിടെ ജസ്റ്റ് ഓപ്പൺ ആണ് കാണിക്കുക. ഓപ്പൺ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ സ്റ്റാറ്റസുകൾ നമ്മുടെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ അവരുടെ ചാറ്റ്സുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് നമുക്ക് ഏറ്റവും താഴെയുള്ള അപ്ഡേറ്റ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്ഡേറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മേലെ നമുക്കറിയാം ആ പ്ലസ് മാർക്കിൽ ഒന്ന് നമ്മുടെ പ്രൊഫൈലിന്റെ ആ ഒരു പ്ലസ് മാർക്ക് ഉണ്ടല്ലോ, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഗാലറിയിലേക്ക് പോകും. ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഏത് സ്റ്റാറ്റസ് ആണോ നമ്മുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യേണ്ടത്, ആരെങ്കിലും നിർബന്ധമായിട്ട് കാണണം എന്നുള്ള സ്റ്റാറ്റസുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഒന്നോ രണ്ടോ കൂടുതലായിട്ട് വേണമെങ്കിൽ അതൊക്കെ സെലക്ട് ചെയ്യാം. ഞാനിവിടെ രണ്ടെണ്ണം വേണ്ട ഒന്ന് സെലക്ട് ചെയ്തു, ഒരൊറ്റ സ്റ്റാറ്റസ് ഞാൻ സെലക്ട് ചെയ്തു. അപ്പൊ ഇതാണ് ഞാൻ സ്റ്റാറ്റസ് സെലക്ട് ചെയ്തു. ഇത് ഞാൻ നിർബന്ധമായിട്ട് എന്റെ ഫ്രണ്ട്സിൽ ഒരാൾ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആളുകൾ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ക്യാപ്ഷൻ എന്നുള്ള അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്യാപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഹായ് എന്നുള്ളൊരു ക്യാപ്ഷൻ മാത്രമേ ഞാൻ ഇവിടെ കൊടുക്കുന്നുള്ളൂ. ജസ്റ്റ് ഒരു ഹായ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒരു ഹായ് ടൈപ്പ് ചെയ്യുക. എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം അതിന് നേരെ കാണുന്ന ഒരു @റേറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടല്ലോ, ആ ഒരു @റേറ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഓപ്ഷൻ നമുക്ക് ഇതുപോലുള്ള പ്രശ്നങ്ങൾ, അതായത് നിങ്ങൾ ഇടുന്ന സ്റ്റാറ്റസുകൾ നിങ്ങളുടെ ചില ഫ്രണ്ട്സ് കാണുന്നില്ല എന്നുള്ളതിന് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണിത്. അപ്പൊ നമുക്ക് ഇവിടെ കോൺടാക്ട്സിലേക്ക് വരും. അപ്പൊ കോൺടാക്ട്സിൽ നിങ്ങൾക്ക് ആർക്കാണോ നിങ്ങളുടെ സ്റ്റാറ്റസ് കാണാൻ പറ്റാത്തത് അല്ലെങ്കിൽ ആരാണോ നിർബന്ധമായിട്ടും കാണേണ്ടത് അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. എത്ര ആളുകളെ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നിങ്ങൾക്ക് 4-5 ആളുകളെ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴെയുള്ള ടിക്ക് മാർക്ക് ഉണ്ടല്ലോ, ആ ടിക്ക് മാർക്ക് നിങ്ങൾക്ക് ഒന്ന് ഓൺ ചെയ്താൽ മതി. നിങ്ങൾക്ക് എത്ര ആളുകൾ വേണമെങ്കിലും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ, ഇവിടെ 3-4-5 ആളുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരാളെ മാത്രം മതിയെങ്കിൽ അവരെ മാത്രം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനുശേഷം ഇവിടെ താഴെ മെസ്സേജ് ടൈപ്പ് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ആ ഏരോ മാർക്ക് സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അവർക്ക് നിർബന്ധമായിട്ട് അവർ കാണും, ഒരു സംശയവും വേണ്ട.